ഹായ് ഹലോ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടുള്ള അതായത് ആധാറുമായി ബന്ധപ്പെട്ട് ആധാർ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തെ A to Z ഇൻഫോവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. ശ്രദ്ധിക്കുക, 30 വയസ്സിന് മുകളിലുള്ളവർ നിർബന്ധമായും ഈ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ എസ് എന്നും അതല്ല എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നോ എന്നും അതെന്താണ് തെറ്റ് എന്നും കൂടി മെൻഷൻ ചെയ്താൽ അത് എങ്ങനെ തിരുത്താം, അതല്ലെങ്കിൽ അതിനെന്തെല്ലാം രേഖകളാണ് ആവശ്യമുള്ളത് എന്നും കൂടി മെൻഷൻ ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആധാറിലുള്ള ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുക എന്നത്. അതായത് 5 വയസ്സിലും 15 വയസ്സിലും നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ. 5 വയസ്സിലുള്ള ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ അടക്കമുള്ള പല കാര്യങ്ങളും തടസ്സം വരും. മാത്രമല്ല റേഷൻ കാർഡ് മുതലായ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് 15ാം വയസ്സിലെ അപ്ഡേഷനും. അതും വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ചെറിയ കുട്ടിയെ അന്ന് എടുത്ത ആധാർ കാർഡിൽ അതിലുള്ള ഫോട്ടോ ഇപ്പോൾ തിരിച്ചറിയാത്ത രൂപത്തിലായിട്ടുണ്ടാകും. അത് 15ാം വയസ്സിൽ പുതുക്കുന്നതിലൂടെ അത് പരിഹാരമാകും. അതുപോലെ തന്നെയാണ് അതിലുള്ള വിരലടയാളവും മറ്റും ചിലപ്പോൾ കുട്ടികളാകുമ്പോഴുള്ള വിരലടയാളമല്ല വലുതാകുമ്പോൾ ഉണ്ടാവുക. അതിൽ പല മാറ്റങ്ങളും വരും. അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആധാർ കൃത്യമാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ 5 വയസ്സിലും 15 വയസ്സിലും നിർബന്ധിത സൗജന്യ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് 1 രൂപ പോലും അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകേണ്ടതില്ല. തികച്ചും സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളുടെയും 5 വയസ്സിലും 15ാം വയസ്സിലുമുള്ള നിർബന്ധിത സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കേണ്ടതാണ്. അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. കാരണം നിങ്ങളുടെ ആധാറിലെ മൊബൈൽ നമ്പർ ചിലപ്പോൾ നിങ്ങൾ പഴയ നമ്പർ ആയിരിക്കാം. അത് മറ്റാരുടെയെങ്കിലും കയ്യിൽ എത്തിപ്പെട്ടാൽ നിങ്ങളുടെ ആധാർ OTP വെച്ച് നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് OTP ലഭിക്കാത്തത് മൂലം പല ആനുകൂല്യങ്ങളും തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏത് മൊബൈൽ നമ്പറാണോ, പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നാട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഏത് മൊബൈൽ നമ്പറാണോ ആ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഇമെയിൽ ID കൂടി ലിങ്ക് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇമെയിൽ ID കൂടി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രവാസികൾക്കെല്ലാം വളരെ ഉപകാരമായിരിക്കും. കാരണം നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇമെയിലേക്ക് OTP എന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഡിയാകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധാറിലുള്ള വിവരങ്ങളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ചും പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. കാരണം അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇനി സെൻസസ് അടക്കമുള്ള പല കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി റെഡിയാക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ആധാറിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം തിരുത്തുന്നതിന് ഇപ്പോൾ ആകെ 3 രേഖകൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ജനനതീയതി സർട്ടിഫിക്കറ്റ്, അതുപോലെ പാസ്പോർട്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ്. ഭാവിയിൽ ചിലപ്പോൾ അതും ഒഴിവാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് റെഡിയാക്കുക. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ് ആധാർ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ എന്നത്. ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 30 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ 90% ആളുകളുടെയും ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും ആധാർ നിർബന്ധമായി പുതുക്കേണ്ടതാണ്. ഇങ്ങനെ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്യുന്നതിനായി ആധാറിലുള്ളതുപോലെയുള്ള പേരും അഡ്രസ്സുമുള്ള മറ്റൊരു രേഖ കൂടി ആവശ്യമായി വരും. തിരിച്ചറിയൽ കാർഡോ അതല്ലെങ്കിൽ പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും രേഖയുമായി തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ അതല്ലെങ്കിൽ മൊബൈലും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വഴി സ്വന്തമായോ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് തിരുത്തുന്നതിന് 75 രൂപയും അതല്ല മൊബൈൽ ഫോൺ വഴി സ്വന്തമായി ചെയ്യുന്നതിന് ക്യാഷൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇതുപോലെ തന്നെ നിങ്ങൾ ആധാറിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പുതിയ ആധാർ കാർഡ് ലഭിച്ചിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ 15ാം വയസ്സിലോ അതല്ലെങ്കിൽ 5ാം വയസ്സിലോമുള്ള ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പുതിയ ആധാർ കാർഡ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി ആധാർ റീപ്രിൻറ്റിന് അപേക്ഷ നൽകാവുന്നതാണ്. ആധാർ റീപ്രിൻറ്റിന് അപേക്ഷ നൽകുന്നതിന് വെറും 75 രൂപ മാത്രം നൽകിയാൽ മതിയാകും. ഇത്തരത്തിൽ അപേക്ഷ നൽകിയാൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ട് അഡ്രസ്സിലേക്ക് സാധനം പോസ്റ്റ് വരുന്നതാണ്. പകരം അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലുമെല്ലാം ആധാർ ഡൗൺലോഡ് ചെയ്ത് കാർഡാക്കി നൽകുന്നുണ്ട്. ഇത് ഒറിജിനൽ വാലിഡിറ്റി ഉള്ളതല്ല.
പകരം ഇത്തരത്തിൽ പോസിറ്റീവായി നമ്മൾ PVC കാർഡിന് ഓർഡർ ചെയ്താൽ അത് ഒറിജിനൽ വാളിറ്റി ഉള്ളതായിരിക്കും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുകയുള്ളൂ.